ആര്? ഞാൻ രക്തരക്ഷസ്. ഈ പട്ടാപ്പകല് വിശ്വസിക്കണ കാര്യഫലം ഉണ്ടോ പറയച്ച്? രക്തരക്ഷസ് ശ്വാസം മുട്ടിന് കുഴപ്പമുണ്ടാ? ശ്വാസം മുട്ടല്ല, ഋഷികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. എങ്കിലേ ഒരു പഞ്ചുള്ളൂ. അല്ല, എനിക്കറിയാൻ മേല എന്നിട്ട് ചോദിക്കാണ്, ഈ പേരാര് നിനക്ക് കിട്ടത്? ഈ പേര് ഞാൻ വരണ വഴിക്ക് ഒരു പോസ്റ്റ് കണ്ട്, അപ്പൊ അതിൽ കിടന്നതാണ് ഈ പേര്. എന്റെ പേര് എന്നെ ഞാൻ മറന്നുപോയി. അല്ല, നീ എന്തിവിടെ കിടന്ന് കറങ്ങണത്? എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് എനിക്ക് ഇറങ്ങണില്ല. അപ്പൊ എന്റെ ദേഹത്തൊരു കൊതു വന്നിരുന്നു. അങ്ങനെ കൊതുവിനെ അടിച്ച് ഞാൻ കഴിച്ചപ്പം എനിക്ക് ബ്ലഡ് കുടിക്കണം. അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് നിന്നെ തടിച്ച് കൊഴുത്ത നിന്നെ ഞാൻ കണ്ടത്. അപ്പൊ നിന്റെ ബ്ലഡ് എനിക്ക് കിട്ടുമെന്നറിയാം. അതിനു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന്റെ ഒരാവശ്യമില്ല. നീ ഇങ്ങോട്ടൊന്നും ഒരു പന്നി ഫാം കണ്ട? പന്നികളെ രക്തം കുടിച്ചാ പോരെ? അത് പറ്റൂല. ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ശ്രമിച്ചു നോക്കി. അതിന്റെ തൊലി ഭയങ്കര കട്ടിയാണ്. ദാ എന്റെ തേറ്റ വരെ ഒടിഞ്ഞു പോയി. ആ രക്തം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യണത്? അല്ല, ഞാൻ കേക്കട്ടെ, നീ ഇത് എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞാ ഇത് വേണമെങ്കിൽ ഒരു ശരം ചോര കുടിക്കുന്ന ഒരു വകുപ്പ് ഞാൻ റെഡിയാക്കി തരാം. നീ ചോര ഒപ്പിച്ച് തരുവാണെങ്കിൽ ഞാൻ മരിച്ചുപോയ കഥ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അണ്ണാരക്കണ്ണ ഒരു ഏറ്റതാണ്. ഞാൻ പൊന്മുടി പോയിടെ ടൂറിന് പോയി. ചെന്നപ്പോ ഒരു വലിയ പാറയുണ്ടല്ലോ അവിടെ. വലിയ പാറ. നീ കണ്ടിട്ടുണ്ടോ? ആ പാറയുടെ മണ്ടയിൽ ഞാൻ സെൽഫി എടുക്കാൻ കയറി. സെൽഫി എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ സെൽഫി എടുക്കാൻ കയറി ഇങ്ങനെ ആക്കിയതും ഞാൻ മറിഞ്ഞങ്ങ് താഴെ പോയി. എനിക്ക് അതിലൊന്നും വിഷമമില്ലടേ. ഞാൻ മരിച്ചതിനൊന്നും എനിക്ക് വിഷമമില്ല. ആ കളഞ്ഞു പോയ ഫോൺ എന്റെ വീട്ടുകാർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരതെടുത്ത് ഞാൻ വീഴണതൊക്കെ അതിലുണ്ടല്ലോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഫേമസ് ആക്കിയത്. അത് കണ്ട് സന്തോഷിച്ച് ഞാൻ ഇവിടെ നിന്ന് യാത്രയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നീ ഇത്രയും മണ്ടേരെ മകളിൽ നിന്ന് താഴെ വീണു, നീ ചത്ത്, നീ മണ്ണടിച്ചതാണ്ടാ യക്ഷിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ ആ ഫോണിന്റെ അവസ്ഥ പറയണ ചുമ്മാ അല്ല, നിന്നെയൊക്കെ പ്രേതം എന്ന് പറയണ. പ്രേതക്കാരെ തന്നെ ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രേതമാവില്ലേ? അത് ചിന്തിക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പൊ നീ പറഞ്ഞ ശരി തന്നെ. നീ ഇപ്പൊ എന്തായാലും നിന്റെ ചോരയും കുടിച്ചും കൊണ്ട് ഞാൻ വല്ല പനയൊന്നുമില്ല. ഇവിടെ തേക്കേ ഉള്ളൂ. ഈ തേക്കിന്റെ മണ്ടയിൽ അങ്ങനെ കയറിയിരിക്കാം. അതാണ് നല്ലത്. അത് നല്ല. നീ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ ഇവിടെ രണ്ട് കൈയും പിടിച്ച മരത്തിന്റെ മണ്ടയിൽ നോക്കിക്കൊണ്ടിരുന്ന കണ്ടായിരുന്നു. ഞാൻ ആരെന്നറിയാമോ? ഞാൻ നിനക്ക് മുമ്പേ അവിടെ നിന്ന് സെൽഫി എടുത്ത് മരിച്ച ഒരാളാണ്. എന്നെ കൊണ്ടുവന്നത് കാലം വന്നിട്ട് ഒരു വഴിയില്ല. ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് പോകാൻ വഴി അറിയാതെ ഇവിടെ നിന്നപ്പോഴാണ് നീ എന്നെ ചോര കുടിക്കാൻ വന്നത്. യക്ഷനും കൂടെ ചോര കുടിക്കാൻ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാം. നീ ആ തേക്കിൽ നിന്ന് ചാടി ഇപ്പുറത്ത് വരണം, ഞാൻ ഇപ്പുറത്ത് തെങ്ങി ചാടി അപ്പുറത്ത് വരും. അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ പറന്നു നടക്കാം കാലം പറഞ്ഞവരെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നിന്റെ ഒരു ഫോണുണ്ടാ? ഒരു ഫോണ് കാരണം ഒരടി നീ മേളിൽ തോന്നുന്നു താഴെ വരുന്നത്. എന്നിട്ട് നിനക്ക് ഫോണ് ഞാൻ ഇവിടെ എന്നാ ശരിയാവൂല. ഹലോ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു ചുവന്ന രക്ഷരസത്തിൽ എന്നെയും കൂടെ കൊണ്ടുപോകും. ദൈവമേ, ഈ പെണ്ണുങ്ങൾ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നല്ലോ. എന്റെ എത്രയും പെട്ടെന്ന് വരണേ, അല്ലെങ്കിൽ ആ ചുമന്ന ആത്മാവ് എന്നെ